ഗൈസ്, ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ചില ട്രാൻസ്ഫറുകളിൽ എക്സ്റ്റൻഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് ഒരു ട്രാൻസ്ഫറുമായിട്ട് സംസാരിച്ച് തുടങ്ങാം. അതായത് ലാൽദിൻ ഭൂയ എന്ന് പറഞ്ഞിട്ടുള്ള ജംഷഡ്പൂർ എഫ് സിയുടെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള താരം അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിലേക്ക്, അതായത് ജംഷഡ്പൂരിൻ്റെ മുൻ പരിശീലകനായിട്ടുള്ള ഓവൻ കോയലിൻ്റെ ക്ലബിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് സംസാരിച്ചതാണ് ഇങ്ങനൊരു ട്രാൻസ്ഫർ കാര്യങ്ങൾ റൂമേഴ്സ് വരുന്നത് എന്നുള്ളത്. എന്താണെങ്കിലും അത് ഒഫീഷ്യലി വരുന്നു. 2027 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഈ ഒരു താരത്തെ എത്തിക്കുന്നത്. ഇത് കഴിഞ്ഞ സീസണിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ CB ആയിട്ട് കളിച്ച പ്ലെയർ ആയിരുന്നു ലാൽദിൻ ഭൂയ. അദ്ദേഹത്തിന് ഒരു ലോങ് ടൈം കോൺട്രാക്റ്റ് കൊടുത്തെത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബികാഷ് മുനാം എന്ന് പറഞ്ഞൊരു യങ് ടാലൻറ്റ് അവിടെ ഉണ്ട്. അതിനോടൊപ്പം മറ്റൊരു താരത്തെ കൂടി എത്തിച്ച് അവരുടെ സെൻട്രൽ ബാക്ക് പൊസിഷൻ ശക്തമാക്കുന്നു എന്നുള്ളത് വേണം ഈ സൈനിങ് കൊണ്ട് നമുക്ക് പറയാൻ. ഇനി ചില എക്സ്റ്റൻഷൻസ്. ഒന്നാമത്തത് അഭിഷേക് സൂര്യവംശിയുടേതാണ്. മോഹൻ ബഗാൻ 2027 വരെ ഒരു ലോങ് ടേം ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സെൻട്രൽ മിഡ്ഫീൽഡറാണ്. അനിരുദ്ധ് താപ്പ കളിക്കുന്നൊരു പൊസിഷനായിരുന്നു അത്. പക്ഷേ താപ്പ ഒന്ന് ഡൗൺ ആയപ്പോൾ അവിടെയാണ് അഭിഷേക് സൂര്യവംശി വന്നത്. നല്ല പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ, പ്രത്യേകിച്ച് വിത്ത് ദ ബോൾ അടിപൊളിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലെയറാണ്. ഞാൻ മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അണ്ടർ-23 ഭാഗമായിട്ട് കളിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഇനി എന്താണെങ്കിലും നെക്സ്റ്റ് സീസണിലൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ISL കിട്ടിയാൽ ഉറപ്പായും പറഞ്ഞ പോലെ ഒരു നാഷണൽ ടീം പ്രോസ്പെക്റ്റ് എന്ന നിലയിൽ തന്നെ കാണുന്നു. പക്ഷേ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതൊക്കെ കാണിക്കുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി ഈസ് വെരി ഡിഫറെൻറ്റ് നമ്മൾ ISL വെച്ച് കമ്പയർ ചെയ്യുന്നൊരു സമയത്ത്. ഇനി രണ്ട് വിദേശ താരങ്ങളുടെ എക്സ്റ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒന്ന് റൈത്ത് ചിക്കാവ എന്ന് പറഞ്ഞിട്ടുള്ള ജംഷഡ്പൂർ എഫ് സിയുടെ ജപ്പാനീസ് സെൻട്രൽ മിഡ്ഫീൽഡർ, അറ്റാക്ക് മിഡ്ഫീൽഡർ കളിക്കുന്ന പ്ലെയറാണ്. നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു 2 ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. അതിപ്പം ഇന്ത്യ സ്റ്റോപ്പേജാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ വീഡിയോ ചെയ്യുന്നൊരു ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. ഇപ്പം നിലവിൽ നമുക്കറിയാമല്ലോ AFC പ്ലെയർ എന്ന് പറയുന്നൊരു കാര്യം നിർബന്ധമില്ല. ആ സാഹചര്യത്തിൽ കൂടി അദ്ദേഹത്തിനൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. നല്ലൊരു ടാലൻ്റാണ്. അങ്ങനെ ഒരുപാട് കഴിഞ്ഞ സീസണിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൊരു പ്ലെയർ അല്ല. എങ്കിലും മേ ബി പ്ലാൻസ് ഉണ്ടാവാം ക്ലബിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഒഡൗൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള FC ഗോവയുടെ സെൻട്രൽ ബാക്ക് താരത്തിന് ഒരു വർഷത്തെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നിലവിൽ ISLലെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നോ ദി ബെസ്റ്റ് എന്നോ പറഞ്ഞാൽ പോലും ആരും തർക്കമില്ലാത്തൊരു വിഷയമായിരിക്കും ഒഡൗൺ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ കളിക്കുന്നു. മുമ്പ് ഹൈദരാബാദിൽ കളിച്ചു. കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം ഗോവയിലേക്ക് എത്തുന്നത്. എന്താണെങ്കിലും നല്ലൊരു പ്ലെയർ തന്നെയാണ്. ഗോവയുടെ ഒരു, നമുക്കറിയാം അദ്ദേഹം ഡിഫൻസിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ടീമിനും ഒരു കോൺഫിഡൻസ് ആണ്. ഒരുവിധം എന്താ പറയുക, ഗോളുകളൊന്നും വഴങ്ങാത്ത അല്ലെങ്കിൽ നല്ലൊരു ടോപ്പ് ക്വാളിറ്റി ഡിഫൻഡർ തന്നെയാണ്. ISLൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ്റ്റ് ചെയ്യാൻ സൈനിങ്